ഹലോ ഗൈസ്, ഇവിടെ നല്ല മഴയും നല്ല കാറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ രാവിലെയാണ് ഇപ്പോൾ സമയം. രാവിലെ ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മീൻകാരൻ വന്നിട്ടുണ്ട്. മീനൊക്കെ ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് മീൻ കിട്ടിയത് ചെമ്മീനാണ്. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ ചെമ്മീൻ കറി വയ്ക്കുന്ന രീതി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളരി ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ഞാൻ ചെമ്മീൻ കറി തയ്യാറാക്കുന്നത്. ചെമ്മീൻ ഞാൻ നന്നാക്കി ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു വെള്ളരിയാണ് എടുക്കുന്നത്. ഈ വെള്ളരീൻ്റെ പകുതിയാണ് ഞാൻ കറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. വലിയ കഷ്ണമായിട്ട് എടുക്കുന്നത്. ഇത് നമുക്ക് ഒന്ന് തോല് ചെത്തിയൊക്കെ കൊണ്ടുവരാം. അങ്ങനെ അതാ ഞാൻ തോലൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ കഷ്ണങ്ങളാക്കി ഞാനിതൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. വെള്ളരി നന്നാക്കി വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടിയെല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് നന്നായി ചൂടായതിന് ശേഷം നമ്മളിതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 1/4 സ്പൂണ് പെരിഞ്ജീരകം നല്ല ഒന്ന് പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 4 വെളുത്തുള്ളി, ഒരു ചെറിയൊരു പീസ് ഇഞ്ചും കൂടെ നന്നാക്കി ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. അതിലേക്ക് വെള്ളരിയും കൂടെ ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഒരു ടൊമാറ്റോ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. 4 പച്ചമുളക് നെടുകെ കീറിയതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം. വലിയൊരു സ്പൂണ് മല്ലിപ്പൊടിയും 1.5 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്മീനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മുളകിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഓൾറെഡി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം കൂടെ നമുക്ക് പിഴിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിക്ക് ആവശ്യമായ വെള്ളം നമ്മൾ ഈ പുളി പിഴിഞ്ഞിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും വെള്ളം മതി. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഇതൊന്ന് തിളപ്പിക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ രാവിലേക്ക് എടുക്കണം. തേങ്ങ അല്ലതാ ഞാൻ രാവി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊരു 3/4 മുറി തേങ്ങ ഉണ്ടാവും. അതിലേക്ക് 5 ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചു കൊണ്ടുവരാം. അപ്പോഴത്തേക്ക് നമ്മുടെ കറിയെല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു മാങ്ങൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പുളിയുള്ള മാങ്ങാണ്, ഒരു ചെനപ്പ് മാത്രമേ ഉള്ളൂ. ഇനി അതിൻ്റെ മേലേക്ക് തന്നെ നമ്മൾ തേങ്ങ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്ര വെള്ളമാണോ ആവശ്യം അത്രയും വെള്ളം തേങ്ങൻ്റെ ജാറിൽ കഴുകിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ. ഇത് കുറച്ച് ഗ്രേവി കുറഞ്ഞ കറിയാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് തിളപ്പിച്ചെടുക്കുക. കറിയെല്ലാം നന്നായി തിളച്ചിട്ടുണ്ട്.
ഇനി ഞാൻ കടുക് പൊട്ടിക്കാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ, 1/2 സ്പൂണ് കടുകും 3-4 വറ്റൽമുളകും കട്ട് ചെയ്തിട്ട് ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ കറിയിൽ വറവും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടി ഒന്ന് തുറന്ന് നോക്കാം. കറി ഏകദേശം ഒന്നും കൂടെ ഒന്ന് തിക്നെസ്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി കറി വെച്ചിട്ട് ചോറ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഈ കറി വെള്ളരി വെച്ചിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് സൂപ്പർ ടേസ്റ്റാണ്. ഇത് മഴയത്ത് ഇങ്ങനെ ചൂടോടെ കഴിക്കുമ്പോഴല്ല സൂപ്പറാണ്. നമ്മൾ ചെമ്മീനും മുരിങ്ങക്കായും ഒക്കെ കറി വെക്കില്ല, അതിനേക്കാളും ഏറ്റവും ബെറ്ററാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ മറ്റുള്ള കുക്കിംഗ് വീഡിയോസൊക്കെ ഉണ്ട്, അതും കൂടി ഒന്ന് കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇടയിൽ വോയിസ് കൊടുക്കുമ്പോൾ മഴേൻ്റെ ഒരു സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഉച്ചത്തെ ലഞ്ചൊക്കെ കഴിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.